അമേരിക്കയിൽ പനിയും തലവേദനയൊക്കെ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, ഒരു ഗുളികയാണ് ടൈലനോൾ. ഈ ടൈലനോൾ ഗർഭിണികൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന ആവശ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗർഭിണികൾ ഒരു കാരണവശാലും ഈ ടൈലനോൾ കഴിക്കരുത് എന്നാണ്. കൂടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ടൈലനോൾ കൊടുക്കുകയും ചെയ്യരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ വാദവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചർച്ചകളാണ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിക്കുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഗർഭിണികൾ ഏത് മരുന്ന് കഴിക്കുമ്പോഴും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ടൈലനോൾ കഴിക്കരുതെന്ന് അദ്ദേഹം ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ടൈലനോൾ ഉപയോഗിക്കുന്ന ഗർഭിണികൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഓട്ടിസം ബാധിക്കും എന്നാണ് ചില ഗവേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. അത് പ്രത്യേകിച്ച് ഹാർവാർഡ് പോലെയുള്ള വളരെ പ്രമുഖമായ സർവകലാശാലയുടെ ഗവേഷകരാണ് പറഞ്ഞത് ടൈലനോൾ ഉപയോഗിക്കുന്ന ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ ടൈലനോളും ഓട്ടിസവും തമ്മിൽ നിലവിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മറ്റ് നിരവധി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അവർ പറയുന്നത് അമ്മമാർ ടൈലനോൾ കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസം വരികയില്ല എന്നാണ്. ട്രംപ് തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ കുട്ടികൾക്ക് നൽകുന്ന ട്രിപ്പിൾ വാക്സിൻ അത് ഒരുമിച്ചെടുക്കാതെ പ്രത്യേകമായി നൽകണമെന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഈ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് പലരും ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്.